ദിവസവും പുതിയ ടിപ്സുകൾ ലഭിക്കുന്നതിന് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ ടിപ്സുകളുടെയും നോട്ടിഫിക്കേഷൻസ് മുടങ്ങാതെ നിങ്ങൾക്ക് കിട്ടുന്നതിന് ബെൽ ബട്ടൺ കൂടി അമർത്തുക. നമസ്കാരം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആർത്തവം വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. സാധാരണ ദിവസങ്ങളിൽ നിന്ന് കുറച്ചുകൂടി ശ്രദ്ധ ഈ ദിവസങ്ങളിൽ നൽകേണ്ടി വരുന്നു. ആർത്തവത്തിൽ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് വെറുതെ തള്ളിക്കളയരുത്. ഇത് പിന്നീട് പല തരത്തിലുള്ള ആരോഗ്യ പ്രതിസന്ധികളിലേക്കും എത്തിക്കാം. പല സ്ത്രീകളും അനുഭവിക്കുന്ന ആർത്തവ പ്രശ്നങ്ങൾ, അതായത് ആർത്തവ സമയത്ത് രക്തം കുറയുന്നു അല്ലെങ്കിൽ ആർത്തവ ദിവസം കൂടുന്നു എന്നത്. ആർത്തവ ദിനങ്ങൾ എന്ന് പറയുന്നത് 7 ദിവസമാണ്. എന്നാൽ ആദ്യത്തെ 3 അല്ലെങ്കിൽ 4 ദിവസം മാത്രമേ രക്തസ്രാവം ഉണ്ടാകാറുള്ളൂ. പക്ഷെ ചിലരിൽ കൂടുതൽ ദിവസം രക്തസ്രാവം നീണ്ടു നിൽക്കാറുണ്ട്. ഈ അവസ്ഥയ്ക്ക് വേൺ വില്ലിബാൻഡ് എന്നാണ് പറയുന്നത്. രക്തസ്രാവത്തിൽ ഉണ്ടാകുന്ന വൈകല്യമാണ് ഈ രോഗം. ആരും അധികം കേട്ടിട്ടില്ലാത്ത രോഗമാണ് വേൺ വില്ലിബാൻഡ് രോഗം എന്നത്. എന്നാൽ സ്ത്രീകളുടെ ആർത്തവവുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രാധാന്യം നിറഞ്ഞതാണ് ഇത്. രക്തം കട്ട പിടിക്കുന്നതിന് വില്ലിബാൻഡ് എൻഫാക്ടർ വളരെ അത്യാവശ്യമാണ്. എന്നാൽ ഇതിന്റെ അഭാവമാണ് ആർത്തവ ദിവസം കൂടാൻ അല്ലെങ്കിൽ അമിത രക്തസ്രാവം ഉണ്ടാക്കാൻ ഇടയാക്കുന്നത്. ഇത് വളരെ സാധാരണമാണ് എന്ന് കരുതിയാണ് പലരും ഈ അവസ്ഥയെ ശ്രദ്ധിക്കാതെ വിടുന്നത്. എന്നാൽ പ്രസവ സമയത്താണ് ഈ അവസ്ഥ വളരെയധികം ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രോഗം തിരിച്ചറിയാൻ വൈകുന്നത് രോഗത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. പലരും ശസ്ത്രക്രിയ സമയത്തോ പ്രസവ സമയത്തോ ഉണ്ടാകുന്ന അമിത രക്തസ്രാവത്തിലൂടെയാണ് ഇത്തരം അവസ്ഥകൾ തിരിച്ചറിയുന്നത്. ഇത് ചിലരില് പാരമ്പര്യമായി സംഭവിക്കുന്നതാണ്. ചില സ്ത്രീകളിൽ ആർത്തവ ദിനങ്ങൾ 10 മുതൽ 20 ദിവസം വരെ നീണ്ടു നിൽക്കാറുണ്ട്. ഇത്തരം അവസ്ഥ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തിരിച്ചറിയാവുന്ന രോഗലക്ഷണങ്ങൾ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അമിത രക്തസ്രാവത്തോടൊപ്പം രക്തം കട്ടകളായി ആർത്തവ രക്തത്തോടൊപ്പം പുറത്തേക്ക് പോവുക, പാഡ് പെട്ടെന്ന് തന്നെ മാറ്റേണ്ടി വരിക, കൂടുതൽ തളർച്ച, ക്ഷീണം, കൂടാതെ തന്നെ മോണകളിൽ നിന്നും ദന്ത പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ നിന്നും രക്തം പൊടിയുന്ന അവസ്ഥ, അല്ലെങ്കിൽ മൂക്കിൽ നിന്നും 10 മിനിറ്റിൽ കൂടുതൽ രക്തം വരുന്നു എന്നീ അവസ്ഥകളാണ്. മൂത്രത്തിൽ കൂടെ രക്തം പോകുന്നതും ഇതിന്റെ രോഗലക്ഷണം തന്നെയാണ്. ഈ രോഗാവസ്ഥ നേരത്തെ തിരിച്ചറിഞ്ഞാൽ അമിതമായ രക്തം നഷ്ടമാവുന്നത് മനസ്സിലാക്കി അതിനുള്ള ചികിത്സ ചെയ്യാവുന്നതാണ്. കൂടാതെ രക്തം കയറ്റാനും പ്ലാസ്മ കുത്തിവെച്ച് ഈ രോഗത്തിൽ നിന്ന് മുക്തി നേടാനും ആവുന്നതാണ്. ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ്സായി രേഖപ്പെടുത്തുക. നന്ദി.